നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത് ബിഹേവിയറിസ്റ്റ് തിയറിയാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ലേണിംഗ് തിയറീസ് ഏതൊക്കെയാണെന്ന് അല്ലേ. ഒരു 6 ലേണിംഗ് തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബിഹേവിയറിസ്റ്റിക് ലേണിംഗ് തിയറി. അപ്പോൾ ഈ ബിഹേവിയറിസ്റ്റിക് ലേണിംഗ് തിയറി എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ചെറിയൊരു ഇൻട്രഡക്ഷൻ കൊടുത്തായിരുന്നു. എന്താ പറഞ്ഞത്? ഇതൊരു റെസ്പോൺസ് സ്റ്റിമുലായി അങ്ങനെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ഓക്കെ, സോ ഒരു സ്റ്റിമുലായി കൊടുത്താൽ അതിന് എന്താ റെസ്പോൺസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് നമ്മളൊരു സ്റ്റിമുലായി കൊടുക്കുന്നതോടുകൂടി അതിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ബിഹേവിയറിസ്റ്റിക് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇതിൽ രണ്ട് പ്രധാന സൈക്കോളജിസ്റ്റിന്റെ വർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പൗലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും രണ്ടാമത് സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങും. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സോ പൗലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ആദ്യം പ്രപ്പോസ് ചെയ്ത തിയറി. അപ്പൊ ഇവിടെ പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ലേണിംഗ് ത്രൂ അസോസിയേഷൻ where a neutral stimulus becomes associated with a reflexive response. അതായത് നമ്മൾ ഒരു അസോസിയേഷൻ ഉണ്ടാക്കും, ഒരു സ്റ്റിമുലസും ഒരു റെസ്പോൺസും തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നതിൽ കൂടെ ലേണിംഗ് പ്രോസസ് നടക്കാം എന്നതാണ് പൗലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പറയുന്നത്. അപ്പം എന്നാൽ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി പറയുന്നതോ? ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ ലേണിംഗ് ത്രൂ കോൺസിക്വൻസസ്. അതായത് നമുക്ക് ആദ്യം ഒരു റെസ്പോൺസ് കിട്ടി, ആ ഒരു റെസ്പോൺസിന് നമ്മൾക്ക് കിട്ടുന്ന കോൺസിക്വൻസ് എന്താണോ, ഓക്കെ, ആ റെസ്പോൺസ് നമ്മൾ ചെയ്ത കാര്യത്തിന് നമുക്ക് കിട്ടുന്ന, ഇപ്പം എന്താ പറയാ, ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണോ കിട്ടുന്നത് അതോ ഒരു പണിഷ്മെന്റ് ആണോ കിട്ടുന്നത്, അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ റെസ്പോൺസിനെ നമുക്ക് ഒന്നുകിൽ സ്ട്രെങ്തൻ ചെയ്യാം അല്ലെങ്കിൽ വീക്കൻ ചെയ്യാം. ഇതാണ് ഓപ്പറന്റ് കണ്ടീഷൻ, സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് തിയറിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് പൗലോ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് വാസ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ഇവാൻ പൗലോ ത്രൂ ഹിസ് എക്സ്പെരിമെന്റ്സ് വിത്ത് ഡോഗ്സ്. ആരെയാ യൂസ് ചെയ്ത? ഡോഗ്സ്, പട്ടികളെയാണ് യൂസ് ചെയ്തത്. അപ്പൊ പൗലോ പട്ടി, അങ്ങനെ ഒരു എന്താ പറയാ, നമുക്കൊരു റൈം ചേർത്ത് അങ്ങ് ഓർത്തു വെക്കാം. പൗലോ പട്ടിയിലാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പം ഹി നോട്ടീസ് ദാറ്റ് ഡോഗ്സ് സലൈവേറ്റഡ് വെൻ പ്രസന്റഡ് വിത്ത് ഫുഡ്. ഓക്കെ, അതായത് ഡോഗ്സ് എന്താ ചെയ്തത്? ഡോഗ്സിനെ ഒബ്സർവ് ചെയ്തപ്പോൾ പൗലോ കണ്ടത് എന്താണ്? ഫുഡ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് കാണുന്ന സമയത്ത് ഡോഗ്സിൽ ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആണ് എന്ത്? സലൈവേഷൻ എന്ന് പറയുന്നത്, വായിൽ വെള്ളം വരുന്നത്. ഓക്കെ, അതായത് ഫുഡ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഫുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ഇത് രണ്ടും എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ളത്. അതായത് നമ്മൾ കണ്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? നമ്മൾ അതിനെ മാറ്റി, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് അക്കോർഡിംഗ് ആയിട്ട് അതിനെ ഒന്ന് എന്താ പറയുക, മോഡിഫൈ ചെയ്തു എന്നാണ് കണ്ടീഷൻ ചെയ്യാന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഫുഡ് കാണുമ്പോൾ പട്ടിയുടെ വായിൽ വെള്ളം വരുന്നത് എന്താണ്? നമ്മളൊന്നും ചെയ്തിട്ട് വരുന്നതല്ല, അത് നാച്ചുറൽ ആയിട്ട് തന്നെ ഒക്കർ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഇത് രണ്ടും എന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും ആണ്. ഓക്കെ, സോ ഫുഡ് കാണുമ്പോൾ പട്ടിയുടെ വായിൽ വെള്ളം വരുന്നു. ഇപ്പൊ പൗലോ എന്താണ് ചെയ്തത്? ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂട്രൽ സ്റ്റിമുലസ് ബിഫോർ പ്രസന്റിങ് ദ ഫുഡ്. എന്ത് ചെയ്തു? ഈ ഫുഡ് കൊണ്ട് പട്ടിയുടെ മുമ്പിൽ വെക്കുന്നതിന് മുന്നേ പൗലോ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡും പട്ടിയും ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സ്റ്റിമുലസ് ആണിത് അല്ലെ. ഒരു ബെല്ലടിക്കുക എന്ന് പറയുന്നത് ഫുഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പട്ടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. സോ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആണ് പൗലോ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഒരു ബെല്ല്. അതായത് പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്തു? ഒരു ബെല്ലടിച്ചു. ഓക്കെ, ആൻഡ് ഇതെന്ത് ചെയ്തു? ഈ ന്യൂട്രൽ സ്റ്റിമുലസ് അപ്ലൈ ചെയ്തു. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, ഒരു 7 days അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡിലേക്ക് എന്താ ചെയ്തത്? ബെല്ലടിച്ചു, ഉടനെ ഫുഡ് കൊടുത്തു. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? പട്ടിയുടെ വായിൽ വെള്ളം വരുന്നു എന്ന് കാണുന്നു. പൗലോ വേറെ എന്താ പറയാ, ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണ്? ഈ പട്ടിയുടെ വായിൽ വരുന്ന സലൈവ എത്ര എമൗണ്ട് ആണ് എന്ന് മെഷർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പും ഉണ്ട്. എക്സ്പെരിമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സോളിഡ് ആയിട്ട് അത് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പും പൗലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കിയപ്പോ എന്താണ്? ഫുഡ് ബെല്ലടിക്കുന്നു, ഫുഡ് കൊണ്ടുവെക്കുന്നു, പട്ടിയുടെ വായിൽ വെള്ളം വരുന്നു. അപ്പൊ എന്താണ്? ബെല്ലെന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്, ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്, ആൻഡ് റെസ്പോൺസ് എന്താണ്? നമ്മുടെ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. എന്നാൽ ഇങ്ങനെ കുറെ കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞ്, അതായത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഒത്തിരി വട്ടം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ബെല്ലടിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ പട്ടിയുടെ വായിൽ എന്ത് വരാൻ തുടങ്ങി? വെള്ളം വരാൻ തുടങ്ങി.
ഓക്കെ. അപ്പം ഇതെന്താണ്, ബെല്ലടിക്കുമ്പോൾ വെള്ളം വരിക എന്ന് പറയുന്നത് എന്താണ്, കണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് റെസ്പോൺസും ആണ്. ഇതാണ് പൗലോയുടെ എക്സ്പെരിമെന്റ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്തുണ്ട്, ബിഫോർ കണ്ടീഷനിങ് എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ പറയണം. എന്താ ബിഫോർ കണ്ടീഷനിങ് സംഭവിക്കുന്നത്, ഫുഡ് കൊണ്ടുവെക്കുന്നു, പട്ടിയുടെ വായിൽ വെള്ളം വരുന്നു. ഓക്കെ. ബെല്ലടിക്കുന്നു, പട്ടിയുടെ വായിൽ വെള്ളം വരുന്നുണ്ടോ, ഇല്ല, പട്ടിയുടെ വായിൽ വെള്ളം വരുന്നില്ല. സോ ഇതെന്താണ്, നമ്മൾ എന്തെങ്കിലും പട്ടിക്ക് ചെയ്യുന്നതിന് മുന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ പട്ടിയെ കണ്ടീഷൻ ചെയ്യുന്നതിന് മുന്നെയാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ ആ പട്ടിയെ കണ്ടീഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ബെല്ലടിച്ചു, അതിന് തൊട്ട് പിന്നാലെ നമ്മൾ ഫുഡ് കൊടുത്തു അല്ലേ. അപ്പം അപ്പൊ എന്താ റെസ്പോൺസ് നമുക്ക് കിട്ടിയത്, പട്ടിയുടെ വായിൽ വെള്ളം വന്നു. അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്തു, റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ പട്ടി കണ്ടീഷൻഡ് ആയോ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ഇതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ബെല്ലടിച്ച് ഫുഡ് കൊടുക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ കണ്ടീഷനിങ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇതൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈമിലേക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പട്ടിയുടെ വായിൽ എന്ത് വരുന്നുണ്ട്, വെള്ളം വരുന്നുണ്ട്. ഓക്കെ. സോ ആഫ്റ്റർ റിപ്പീറ്റഡ് പെയറിംഗ് ദ ബെൽ എലോൺ എന്ത് ചെയ്തു, ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്തു. സോ ഇതാണ് നമുക്ക് ലേണിംഗിലും ഇത് അപ്ലൈ ചെയ്യാമെന്നാണ് പൗലോ സജസ്റ്റ് ചെയ്തത്. സോ കീ ഫേസസ് എന്തൊക്കെയാണ്, അൺകണ്ടീഷണൽ സ്റ്റിമുലസ്, യൂഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻസ് ആണിത്, നമ്മൾ പഠിക്കണം. ഓക്കെ. അൺകണ്ടീഷണൽ സ്റ്റിമുലയ്ക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, UCS. അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് പ്രത്യേകിച്ച് നമ്മളൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെ നാച്ചുറൽ ആയിട്ട് വരുന്ന റെസ്പോൺസസിനെയാണ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ്, അൺകണ്ടീഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ. അത് നാച്ചുറൽ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഫുഡ് കണ്ടാൽ പട്ടിയുടെ വായിൽ വെള്ളം വരുന്നു, അതെന്താണ്, നാച്ചുറൽ ആണ്. അത് രണ്ടും, അത് ഫുഡ് കാണിക്കുന്നത് എന്താണ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ആൻഡ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്താണ്, ആ പെർട്ടിക്കുലർ സ്റ്റിമുലസിന് പട്ടിയുടെ വായിൽ വെള്ളം വരുന്നത്. ഓക്കെ. സോ നമ്മുടെ കയ്യിൽ 2 പോയിന്റ്സ് ഉണ്ട്, 2 ഫേസസ് ഉണ്ട്. എന്തൊക്കെയാണ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉണ്ട്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ട്. ഇനി കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണ്, നമ്മളൊരു ന്യൂട്രൽ സ്റ്റിമുലസ് അപ്ലൈ ചെയ്തു. എന്താണ് നമ്മുടെ ന്യൂട്രൽ സ്റ്റിമുലസ്, നമ്മൾ ബെല്ലടിക്കുന്നത് അല്ലേ. അപ്പം ബെല്ലടിക്കുന്നത് നമ്മൾ കണ്ടീഷൻ ചെയ്തതിന് ശേഷം എന്ത് പറ്റും, ബെല്ലടിക്കുന്നത് കേൾക്കുന്നത് തന്നെ അതെന്താണ്, സ്റ്റിമുലസ് ആണ്. ബെല്ലടിക്കുന്നത് കേൾക്കുക എന്ന് പറയുന്നത് എന്താണ്, സ്റ്റിമുലസ് ആണ്. അപ്പം ബെല്ലടിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻഡ് റെസ്പോൺസ് എന്താണ്, പട്ടിയുടെ വായിൽ വെള്ളം വരുന്നത്. എന്നാൽ ബെല്ലും പട്ടിയുടെ വായിൽ വെള്ളം വരുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇല്ല അല്ലേ. ഫുഡുമായിട്ടായിരുന്നു ബന്ധം ഉണ്ടായിരുന്നത്, പക്ഷേ നമ്മൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തപ്പോൾ ബെല്ലുമായിട്ടും ഒരു അസോസിയേഷൻ അത് പട്ടി സ്ഥാപിച്ചു. ഓക്കെ. അപ്പം സ്റ്റുഡന്റിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ എങ്ങനെ പറയാം, എ സ്റ്റുഡന്റ് ഹിയർസ് എ ബെൽ അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് എവറി ക്ലാസ് ആൻഡ് ബിഗിൻസ് ടു അസോസിയേറ്റ് ദ ബെൽ വിത്ത് ദ നീഡ് ടു സിറ്റ് ഡൗൺ ആൻഡ് ഫോക്കസ് അല്ലെ. നമ്മൾ രാവിലെ ചെന്ന് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ്, ഈ ഒരു ബെല്ലടി കേൾക്കും അല്ലെ. ഈ ബെല്ലടി കേൾക്കുമ്പോൾ നമുക്ക് എന്താ അറിയാം, നമ്മുടെ ബോഡി തന്നെ എന്താണ്, കണ്ടീഷൻഡ് ആണ്. എന്തിന്, ഈ ബെല്ലടി കേട്ടാൽ നമുക്കറിയാം നമ്മുടെ ക്ലാസ് തുടങ്ങാറായി, നമ്മൾ പോയി നമ്മുടെ സീറ്റിൽ ഇരിക്കണം, നമ്മുടെ ബുക്ക് എടുക്കണം, ടൈം ടേബിൾ നോക്കണം, മിസ് പറയുന്നത് ശ്രദ്ധിക്കണം. അപ്പൊ അതെന്താണ്, ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ആയി. ഓക്കെ. സോ ഇത് നമ്മൾ LKG കുട്ടികൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇത് അറിയില്ലായിരിക്കും. അപ്പൊ മിസ് എന്ത് ചെയ്യും, പിന്നെയും പറഞ്ഞു കൊടുക്കും. ഡെയിലി ഈ ബെല്ലടിക്കും, ഡെയിലി കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്ന കാണും, അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങനെ ഇരുത്തും. അത് പിന്നെ എന്താവും, പോകെ എന്താവും, ഈ ബെല്ലടി ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഈ റെസ്പോൺസ് തന്നെത്താൻ കുട്ടികളിൽ വരും. അതാണ് കണ്ടീഷൻ, പൗലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്.